നിങ്ങൾ ഈ ഒരു ഹെഡിങ് കണ്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് കടക്കാം. വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എന്താ ഈ ടോപ്പിക്ക് കണ്ടപ്പോൾ തോന്നിയത് എന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ടോപ്പിക്ക് മിസ് യു എന്നുള്ളതാണ്. നമ്മൾ വളരെ സാധാരണമായിട്ട് യൂസ് ചെയ്യുന്നൊരു വാക്കാണ്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? Miss you, എനിക്ക് my children. എനിക്ക് തോന്നിയത് മാഡം കഴിഞ്ഞ മാസം ഒരു സെഷൻ എടുത്തിരുന്നല്ലോ. ഉം. അന്ന് കുറച്ച് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടിരുന്നു. അവരെ വീണ്ടും കാണാനുള്ള ആഗ്രഹം, അവരെ മിസ് ചെയ്തു. അത്ര തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. അതായത് നമ്മള് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മള് കുറച്ച് ദിവസം കാണാതാവുക, അല്ലെങ്കിൽ കുറച്ച് ദിവസം അവരടുത്തില്ലാതിരിക്കുമ്പോൾ നമുക്ക് അവരെ ആ ഒരു ഫീലിംഗ്, നമുക്ക് അവരെ മിസ് ചെയ്യുന്നൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, ആ ഫീലിംഗ്. ഓക്കെ ഓക്കെ. ായിട്ട് ഇടപെടുന്ന ആൾക്കാർ കുറച്ച് സമയം മിസ്സായി നമ്മുടെ കോണ്ടാക്ട് വിട്ടുപോയി കഴിഞ്ഞെങ്കിൽ ആ ഒരു ഫീലിംഗ് ആണ് ഐ മിസ് ചെയ്യുന്നു. മിക്കവാറും ഇത് ശരിയായി. ഇപ്പം ഞങ്ങൾ കുട്ടികളോ വേറെ കുട്ടികളൊക്കെ അധികം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് മാറി നിൽക്കുമ്പോൾ അവരും ഞങ്ങളുടെ അടുത്ത് പറയും മിസ് യു അപ്പു, അല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ അടുത്ത് പറയും മോളെ ഞങ്ങൾ നിങ്ങളെ മിസ് ചെയ്യുന്നു. ആ ഒരു ലവ് ബോണ്ടിൽ എന്തെങ്കിലും കുറച്ച് ഇത് വരുമ്പോഴാണ് ഉള്ള ഒരു ഫീലിംഗ് ആണ് മിസ് യു. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെ ഒരു ആശയത്തിലേക്കാണെന്ന് തോന്നുന്നില്ല നമ്മൾ പോകുന്നത്, മറ്റൊരു ആശയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ പറഞ്ഞതൊക്കെ ആ വാക്കിന്റെ അർത്ഥത്തിൽ വളരെ ശരിയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സെഷന് ശേഷം എനിക്ക് നിങ്ങളെയൊക്കെ മിസ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു നല്ലൊരു റെസ്പോൺസ്, നിങ്ങളുടെ ഒരു നല്ലൊരു കൂട്ടായ്മ, അതെല്ലാം തീർച്ചയായിട്ടും എനിക്ക് മിസ് ചെയ്തിരുന്നു. അപ്പം ഇങ്ങനൊരു ടോപ്പിക്കിലേക്ക് വരാൻ എനിക്കൊരു പ്രത്യേക കാരണമുണ്ട്. ഇന്നത്തെ ഒരു സമൂഹത്തിന് ഈ ഒരു മിസ് യു എന്ന വാക്ക് എത്രമാത്രം മനസ്സിൽ ആഴമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അത് പലർക്കും മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു വാക്കായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. മാനസികമായിട്ട് പലർക്കും വേദന ഉളവാക്കുന്ന ഒരു വാക്കായിട്ടും തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു ടോപ്പിക് എടുത്തത്. ഓക്കെ, നമുക്ക് പോകെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ ടോപ്പിക്കിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. ഈ സെഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇമോഷണലി നമ്മൾ എന്താ അണ്ടർസ്റ്റാൻഡ് ഇമോഷണൽ എനർജി, നമ്മുടെ ഒരു ഇമോഷണൽ എനർജി എന്താണെന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് ചില ആൾക്കാർക്ക് ഈ ഒരു വാക്ക് പറയുമ്പോൾ പോസിറ്റീവായിട്ടും വരാറുണ്ട്, ചിലവർക്ക് നെഗറ്റീവായിട്ടും വരാറുണ്ട്. ഇത് ഈ ക്ലാസ് ഒരു മിനിറ്റ്. ഓക്കെ, ഈ സെഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് മിസ് യു എന്ന വാക്ക് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. ഓക്കെ, എന്നെ ആരൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ ആരൊക്കെയോ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആരൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആരൊക്കെയോ ഓർക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ തിരിച്ച് അതേ സമയത്ത് മറ്റു ചിലർക്ക് ആവശ്യമില്ലാതെ ചിലവരെ മിസ് ചെയ്യുകയും അവരുടെ ലൈഫിലെ നല്ല സമയങ്ങളെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. വളരെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള, നല്ലതായിട്ട് ജീവിക്കാൻ പറ്റുന്ന, നല്ല കഴിവുകളിലേക്ക് അല്ലെങ്കിൽ നല്ല സാധ്യതകളിലേക്ക് എത്താൻ സാധിക്കുന്ന ചിലര് ആവശ്യമില്ലാതെ ചില കാര്യങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ല ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം ആൾക്കാരെയും കൂടെ ഇവിടെ പരിചയപ്പെടുത്താനാണ് ഈ സെഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ചെറിയ സമയമാണ്, വളരെ ചെറിയ ടോപ്പിക്കുമാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള മിസ്സിംഗ് ആണ് ലൈഫിൽ ഉണ്ടായെന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? ഇതിനകത്ത് കുട്ടികളുണ്ടാവാം, അധ്യാപകരുണ്ടാവാം, ട്രെയിനേഴ്സ് ഉണ്ടാവാം, മറ്റ് പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ടീച്ചേഴ്സിന് ചില ബാച്ചിനെ മിസ് ചെയ്യാറുണ്ട്. അവരെപ്പോഴും കാണുമ്പോൾ പറയാറുണ്ട് ഇന്ന ബാച്ച് ഇന്ന വർഷം 1996 ഈ ബാച്ച്. നമ്മൾ ചിലപ്പോൾ ചില ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഈ വർഷത്തെ ബാച്ചിനെ അവർക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു ഇങ്ങനെ പറയാറുണ്ട്. അത് കുട്ടികളാണെങ്കിൽ ഇന്ന കൂട്ടുകാരിയെ ഇന്ന അങ്ങനെ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷെ ഒരു ജോലി ചെയ്യുന്ന ഏത് മേഖലയിലായിക്കോട്ടെ, എന്തൊക്കെ കാര്യങ്ങളെയാണ് നിങ്ങൾക്ക് മിസ് ചെയ്തിട്ടുള്ളത്? മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കാണണം, അല്ലെങ്കിൽ അതിലേക്ക് എത്തണം, അല്ലെങ്കിൽ അവരെ അയ്യോ എനിക്ക് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നിൽക്കുന്നതായിരുന്നു ഇഷ്ടം, അങ്ങനെ ചിന്തിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഏജ് എന്തോ കേട്ടില്ല. പ്രായം പ്രായം, പഴയ ഒരു കാലഘട്ടത്തിൽ തന്നെ ജീവിക്കുന്നതായിരുന്നു. എന്നെ തന്നെ മിസ് ചെയ്യുന്നു അല്ലേ? ഓക്കെ, കൊള്ളാം. അടുത്തത്. എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അടുത്തത്.
ഇത് കേട്ടില്ല. ഇല്ലാതിരിക്കുന്ന സമയങ്ങൾ. ഹലോ, ഹലോ, കേക്കാം, പറഞ്ഞു. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റുപാടും ഇല്ലാത്ത സമയത്ത് ഒരുപാട് മിസ്സിങ് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, മറ്റേതെങ്കിലും മേഖലയിലുള്ളവർക്ക് എന്തെങ്കിലും മിസ്സിങ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? മാഡം, ഞാൻ ഒരു ജാപ്പാനീസ് കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത് ദുബായിൽ. അവിടുത്തെ ഒരു എഞ്ചിനീയർ ഉണ്ട്, കാമിമുറ എന്ന പേരുള്ളത്. അദ്ദേഹത്തിനെ റിയലി മിസ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഒരു കോണ്ടാക്ട് നമ്പർ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കിട്ടുന്നില്ല. എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു എഞ്ചിനീയർ, അത്രയും വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. അപ്പം കേട്ടില്ലേ? കേട്ടു, കേട്ടു, കേട്ടു. ഒരു എഞ്ചിനീയർ ആയിരുന്നു, അദ്ദേഹത്തെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ ആളുകളെ, ചിലവർക്ക് വ്യത്യസ്തമായ രാജ്യങ്ങളെ, ചില ആൾക്കാർ ഇപ്പം ചില നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ കുട്ടികൾ പലരും പല രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവർ ചിലപ്പോൾ വിളിച്ചിട്ട് പറയാറുണ്ട് നമ്മുടെ നാടിനെ മിസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിനെ മിസ് ചെയ്യാറുണ്ട്. ഇപ്പം കുട്ടികളാണെങ്കിൽ പറയും അവരുടെ കൂട്ടുകാരെ മിസ് ചെയ്യാറുണ്ട്, അതൊരു നൊസ്റ്റാൾജി ആയിട്ട് പറയാറുണ്ട്. ടീച്ചേഴ്സ് ആണെങ്കിൽ അവരുടെ ക്ലാസ് റൂം എനർജി മിസ് ചെയ്യാറെന്നൊന്നും പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവരൊരു കൊളാബറേഷൻ മിസ് ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. അതൊരു ഡിസ്കണക്ട്, അതൊരു നെഗറ്റിവിറ്റിയാണ് അവിടെ വരുന്നത്. ഡിസ്കണക്ട് ആയി പോയി എന്നൊരു ഇത്. അല്ലെങ്കിൽ ഒരു ട്രെയിനർ ആണെങ്കിൽ ക്ലയൻസിനെ മിസ് ചെയ്തെന്ന് പറയാറുണ്ട്. ഇന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര തീപ്പൊരിയായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ പല ആൾക്കാർക്കും പല രീതിയിലാണ് മിസ്സിങ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, അപ്പൊ ഈ മിസ്സിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മിസ് യു എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് രണ്ട് സൈഡുണ്ട്, രണ്ട് വശങ്ങളുണ്ട്. പോസിറ്റീവ് മിസ്സിങ്ങും ഉണ്ട്, നെഗറ്റീവ് മിസ്സിങ്ങും ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് മിസ്സിങ് എപ്പോഴും നമ്മളെ ഒരു പോസിറ്റീവ് ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നെഗറ്റീവ് മിസ്സിങ് നമ്മളെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തലങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിസ്സിങ്ങിനെ നമ്മൾ മനസ്സിലാക്കുക. മിസ്സിങ് എന്ന വാക്ക് നമ്മുടെ ഇടയിലേക്ക്, മലയാളികളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇടയിലേക്കൊക്കെ വന്നിട്ട് ഒരുപാട് കാലങ്ങളൊന്നും ആയിട്ടില്ല, വളരെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇതിനെ നമ്മൾ എത്രമാത്രം നല്ല രീതിയിലാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ഒരു ജനറേഷനിലുള്ള കുട്ടികൾക്ക് മിസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു വാക്ക് അവർ വളരെ കണ്ണമാനം യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. പോസിറ്റീവ് മിസ്സിംഗ് എന്ന് പറയുമ്പോൾ അവിടെ സ്നേഹം വരുന്നുണ്ട്, ഒരു വാംത്, ഒരു ചൂടുള്ള ഒരു അനുഭവം. നമുക്ക് അവരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, അല്ലെങ്കിൽ ഒരു ആലിംഗനം ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് അവരെ ഒന്ന് അത്രമാത്രം നമുക്ക് ആ ഒരു നിമിഷം തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പോസിറ്റീവ് മിസ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, വളർച്ചയുണ്ട്. അന്നത്തെ കാലത്ത് നമുക്ക് ഒരു വളർച്ചയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് വീണ്ടും ഓർക്കുമ്പോൾ ഓക്കെ എനിക്ക് മിസ് ചെയ്യുന്നു എന്നൊരു തോന്നൽ വരുന്നത്. അല്ലെങ്കിൽ ഒരു ഇമോഷണലി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് ആ വ്യക്തിയോട്, അല്ലെങ്കിൽ ഒരു നാടിനോട്, അല്ലെങ്കിൽ ഒരു എന്ത് കാര്യത്തെയാണോ നമ്മൾ മിസ് ചെയ്യുന്നത് അതുമായിട്ട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇനി നെഗറ്റീവ് മിസ്സിംഗ് ആണെങ്കിലോ അവിടെ ഒരു വേദന ഉണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് മദർ ഇപ്പൊ മരിച്ചിട്ട് ഏകദേശം ഒരു വർഷം കഴിയുന്നു. ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പൊ എന്റെ ബർത്ത്ഡേ ഇടയ്ക്ക് വന്നിരുന്നു, അപ്പൊ എന്റെ ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ബർത്ത്ഡേയിലും ഓർത്തിരിക്കുകയും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരികയും അങ്ങനെ ഒരു പ്രത്യേക വ്യക്തിയായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു ഇത് സമയം വന്നപ്പോൾ പെട്ടെന്ന് ഓർക്കുകയും ഒരു പ്രത്യേക ഒരു സങ്കടം ഉണ്ട്. അതൊരു നെഗറ്റീവ് മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അയ്യോ ഇനി എനിക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ പെയിൻ ആൻഡ് ഒബ്സഷൻ അതൊരു വല്ലാത്തൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു മിസ്സിംഗ് ആണ്. നെക്സ്റ്റ് ലോസ് ഓഫ് സെൽഫ് വെർത്ത്, നമ്മുടെ വെർത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്ന വ്യക്തിയുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മിസ്സിങ്. ചില ആൾക്കാരെ സ്നേഹിക്കുന്നത് അവരെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടാണ്. അത് ഒരുപക്ഷെ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. അടുത്ത് സ്റ്റക്ക് ഇൻ ദ പാസ്റ്റിൽ സ്റ്റക്ക് ആയിക്കൊണ്ട്. ഇത് കേൾക്കുക ചിലപ്പോൾ ചില കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇനി ഏത് മേഖലയിലായിക്കോട്ടെ, പാസ്റ്റിൽ നമ്മൾ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ വല്ലാതെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോൾ, നിങ്ങളുടെ പാസ്റ്റിലേക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ ഇന്ന കാര്യം എന്നെ വല്ലാതെ അവിടെ ആ ഒരു മൊമെന്റിൽ എന്നെ പിടിച്ചു നിർത്തുന്നുണ്ട്, എന്നെ എപ്പോഴും അത് ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഒരു നെഗറ്റീവ് മിസ്സിങ്ങിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് സ്ലൈഡ് കാണാമല്ലോ അല്ലെ? ഓക്കെ, ഇനി സ്ലൈഡ് കാണുന്നില്ലല്ലോ. ടോക്സിക് മിസ്സിങ്.
ടോക്സിക് ആയിട്ടുള്ള മിസ്സിങ്ങും ഉണ്ട്, അതേപോലെ വെർത്ത് ആയിട്ടുള്ള മിസ്സിങ്ങും ഉണ്ട്. ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു ടോക്സിസിറ്റി ആയിട്ട് മാറുന്നത്? എന്ത് ഈ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാല്? വിഷാംശം. എന്ത് ഈ ടോക്സിക് ആയിട്ടുള്ള മിസ്സിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നു? ഹലോ ഹലോ. ആ പറഞ്ഞോ. ഇന്ന് ആരും ഉഷാറല്ലല്ലോ. എന്ത് പറ്റി? ചായ കുടിച്ചില്ലേ? ചായ കുടിക്കുന്നുണ്ടല്ലോ നിങ്ങള്. കുടിക്കണ്ട് മാം, കുടിക്കണ്ട്. ടോക്സിസിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ ലൈഫിൽ ഒട്ടും വാല്യൂ ആഡ് ആവാത്ത റിലേഷൻസ് ഒക്കെ ആ ഓക്കെ നിനക്കായിരുന്നു. ഓക്കെ, തീർച്ചയായിട്ടും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ടോക്സിക് ആയിട്ടുള്ള മിസ്സിങ് നമ്മൾ അങ്ങനെ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ലെസൺ ആണ്. അതായത് അത് വിട്ടുകളയൂ എന്നുള്ളതായിരിക്കും. ഓക്കെ, അങ്ങനെ വിട്ടുകളയാൻ കഴിയുന്നത് വലിയൊരു നല്ല കാര്യമാണ്. അതെ, അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ വിട്ടുകളഞ്ഞ് നല്ല പരിചയം ഉണ്ടാവും. പക്ഷെ വിട്ടുകളയാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്, നമ്മുടെ ഇടയിലും ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ വളരെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ലൈഫിൽ വിജയിക്കാൻ വളരെ സാധ്യത കുറവാണ്. കാരണം അവർ പാസ്റ്റിൽ എപ്പോഴും സ്റ്റക്കായി നിൽക്കും. അവർ ബിസിനസ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ ജീവിതത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിത്തത്തിലായിക്കോട്ടെ, ഏതൊരു മേഖലയിലാണെങ്കിലും ടോക്സിക് ആയിട്ടുള്ള മിസ്സിങ് അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരൊരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും, മുന്നോട്ട് പോകാൻ പറ്റില്ല. അതായത് ഇപ്പൊ ഇന്ന് അവരൊരു 5 ലക്ഷം രൂപ ഇയർലി ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ഗ്രോത്ത് ഉള്ള വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ വർത്ത് മിസ്സിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ അവർക്ക് ഗ്രോത്ത് ഉണ്ടാവും. പക്ഷേ ഗ്രോത്ത് ഉണ്ടാവുന്നില്ലെങ്കിൽ അവർക്ക് ടോക്സിക് മിസ്സിങ് ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തുകൊണ്ടാണ് ഏത് മേഖലയിലാണ് അവർ ആ മിസ്സിങ് അനുഭവിക്കുന്നത്, ടോക്സിക് മിസ്സിങ് അനുഭവിക്കുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുന്നത്. അത് ഇനി ഒരു വ്യക്തി ആയിക്കോട്ടെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ സാധാരണയായിട്ട് സാധാരണ ഒരു യങ് ജനറേഷനിൽ വരുമ്പോൾ പ്രണയം ഒരു പ്രശ്നമായിട്ട്, ഒരു വില്ലനായിട്ട് മാറാറുണ്ട്. അപ്പം ഒരു ടോക്സിക് മിസ്സിങ് ആണോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാ? നമുക്ക് അവിടെ വളർച്ചയുണ്ടോ? എന്ത് കാര്യമാണെങ്കിലും അവിടെ വളർച്ച ഉണ്ടാവണം. വളർച്ച ഉണ്ടാവാതെ ഒരു വ്യക്തിയെ മാത്രം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈഫിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഇപ്പൊ ഇത് കേൾക്കുന്ന പലർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണ്. നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ജോലിക്ക് പോകുമ്പോൾ ഇത് ഓർക്കുന്നു, അല്ലെങ്കിൽ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ബുക്ക് എടുക്കുമ്പോൾ ഇത് ഓർക്കുന്നു, ഈ വ്യക്തിയെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയെ ഓർത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ ഓർത്തുകൊണ്ടിരിക്കുക മാത്രം ചെയ്യാതെ ഗ്രോത്ത് ഉണ്ടാവുന്നില്ലെങ്കിൽ അതൊരു ടോക്സിക് ആയിട്ടുള്ള മിസ്സിംഗ് ആണ്. ഓക്കെ, ഈ ടോക്സിക് ആയിട്ടുള്ള മിസ്സിങ്, നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ ഓക്കെ ഇതൊരു വലിയ സംഭവം അല്ലല്ലോ എന്ന് തോന്നും. പക്ഷെ ആ ഒരു പ്രശ്നത്തിലൂടെ പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതിലൂടെ എങ്ങനെ പുറത്തു വരാൻ പറ്റാത്തതുപോലെ ഒരു വലിയൊരു പ്രോബ്ലത്തിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ടോക്സിക് മിസ്സിങ് എന്നുള്ളത്. അപ്പോൾ ഈ ടോക്സിക് മിസ്സിങ്ങിൽ നിന്നും പുറത്തു വരണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ്. ഞാൻ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഒരു കൗൺസിലറിനോ ഒരു സൈക്കോളജിസ്റ്റിനോ ഒരു വ്യക്തിക്കോ നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾ പോയ വഴികൾ. ഓക്കെ, നിങ്ങൾ പോയ വഴികളിലൂടെ തിരിച്ചു വരാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഏതൊരു വ്യക്തി നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞാലും ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള മിസ്സിങ് ആണ് എന്ന് നിങ്ങൾ എപ്പോൾ മനസ്സിലാക്കുന്നോ ആ ഒരു പോയിന്റ് മുതൽ നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ പ്രൊഡക്ടിവിറ്റി കൂടുവാണ്, ഗ്രോത്ത് കൂടുവാണ്. നിങ്ങൾക്ക് ഏതൊക്കെ മേഖലയിൽ ഫ്ലറിഷ് ചെയ്യാമോ ആ മേഖലയിലെല്ലാം ഫ്ലറിഷ് ചെയ്യാനുള്ള സാധ്യത കൂടുകയാണ്. കാരണം എന്താ? ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി, ഇനി അത് വേണ്ട. ആ ഒരു മിസ്സിങ്ങിലൂടെ നിങ്ങൾക്ക് ഹാംനെസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ വെർത്ത് മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് നറിഷ് ഗ്രോത്ത്. അതൊരു ഗ്രോത്തിനെ നറിഷ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഗ്രോത്തിനെ എപ്പോഴും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പിനെയാണ് വെർത്ത് മിസ്സിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മെന്റർ ഹു ഇൻസ്പയർഡ് ചേഞ്ച്. ഇപ്പം ചില ആൾക്കാർ, എനിക്കും ഉണ്ട് മെന്റേഴ്സ്, ചില ആൾക്കാർ നമ്മുടെ തെറ്റിനെ തിരുത്തി തരുന്നവരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇന്ന കാര്യം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നീ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ നീ സൂപ്പർ ആയിരിക്കും എന്ന് പറയുന്ന നല്ല രീതിയിൽ നമ്മളെ മെന്റർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു ചേഞ്ച് ആക്ച്വലി വെർത്ത് മിസ്സിംഗ് ആണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് മിസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് നഷ്ടപ്പെട്ടു പോവാന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ഭയങ്കര ഒരു ലോസ് തന്നെയാണ്.
ഓക്കെ. അപ്പൊ മെന്റേഴ്സ്. അടുത്തെന്ന് പറഞ്ഞ മൊമെന്റ് ഓഫ് ജെന്യൂൻ ജോയ്, അതായത് നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ, ജെനുവിൻ ആയിട്ടുള്ള സന്തോഷം കിട്ടിയ ആ ഒരു മുഹൂർത്തം, അത് ചിലപ്പോൾ നമ്മളൊന്ന് ഓർക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി കിട്ടാറുണ്ട്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ജോയ് മൊമെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തൊരു ചിരി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ ഒരു നിമിഷം, ഏറ്റവും സന്തോഷം കിട്ടിയ നിമിഷം, അത് എന്തും ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള സന്തോഷമാണെങ്കിലും അത് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തൊരു ചിരി വരും. ചിരി വരുന്നില്ലേ? മനോജ് സാറിന്റെ മുഖത്ത് ചിരി കാണാൻ പറ്റുന്നുണ്ട്, ഒരുപാട് പേരുടെ മുഖത്ത് ചിരി കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഒത്തിരി പേരുടെ മുഖത്ത് ആ ചിരി കാണാൻ പറ്റുന്നുണ്ട്. അപ്പം മൊമെന്റ് ഓഫ് ജെനുവിൻ ജോയ്, ജെനുവിൻ യഥാർത്ഥമായിട്ടുള്ള ജോയ് ആണെങ്കിൽ, യഥാർത്ഥമായിട്ടുള്ള സന്തോഷമാണെങ്കിൽ അതിനെയാണ് വർത്ത് മിസ്സിങ് എന്ന് പറയുന്നത്. ആ ഒരു മൊമെന്റിനെ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് തരുന്നത്. ആ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നുണ്ട്. അതേ സമയത്ത് ടോക്സിക് മിസ്സിങ്ങിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടെ ഹാംഫുൾ റിലേഷൻഷിപ്പ് ആണ്. ആ പ്രശ്നം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റിവിറ്റി വരുവാണ്. ആ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ, ഓ എന്റെ ദൈവമേ, ഇന്നത്തെ ദിവസം പോയല്ലോ. ഓക്കെ. അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോവുകയാണ്. അടുത്തത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്. ഒരു തരത്തിലും റിയലിസ്റ്റിക് അല്ലാത്തത്, യാഥാർത്ഥ്യത്തോട് പുലബന്ധം പോലും ഇല്ലാത്ത രീതിയിൽ, ഒരു തരത്തിലും റിയലിസ്റ്റിക് അല്ലാത്ത രീതിയിൽ ചിന്തിച്ചു വെക്കുന്ന മനുഷ്യരുണ്ട്. നമുക്ക് ഈ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷെ ഒരാൾക്കെങ്കിലും അങ്ങനെ പ്രയോജനം ഉണ്ടെങ്കിൽ അത് ഉണ്ടാവട്ടെ. അതേ സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കട്ടെ എന്നൊരു ആശയം കൂടെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവരത് മനസ്സുകൊണ്ട് ചിന്തിച്ചു വെച്ചിരിക്കുകയാണ്, മനസ്സിൽ അത് അങ്ങനെ തന്നെ സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. അവരങ്ങനെ തന്നെയാണ്, അവരെന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെന്നോട് ഭയങ്കര കരുണയാണ് കാണിക്കുന്നത്. ആക്ച്വലി അങ്ങനെ ആയിരിക്കില്ല, നമുക്ക് നെഗറ്റീവ് ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഗ്രോത്തേ ഉണ്ടാവുന്നില്ല. അപ്പൊ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അറ്റാച്ച്മെന്റിനെ ബ്രേക്ക് ചെയ്യുക എന്നതാണ് ടോക്സിക് മിസ്സിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. അപ്പൊ ടോക്സിക് മിസ്സിംഗ് എന്ന് പറയുന്നത് ഹാർംഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ചില ആൾക്കാർ ഉപദ്രവിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? മിസ് ചെയ്യുന്നു. അതിനകത്ത് എന്ത് ലോജിക് ഉള്ളത്? അങ്ങനെ അത് മനസ്സിലാക്കുക. അതേപോലെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തരത്തിലും റിയലിസ്റ്റിക് അല്ലാത്ത അറ്റാച്ച്മെന്റ്സ്. അടുത്തത് സ്റ്റക്ക് ഇൻ ദ പാസ്റ്റ് റിഗ്രറ്റ്സ്. ചില ആൾക്കാർ ചില തെറ്റുകൾ, മനുഷ്യനാണെങ്കിൽ തെറ്റുവരില്ലേ? എല്ലാ മനുഷ്യർക്കും തെറ്റുവരും. തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ തെറ്റിൽ തന്നെ, അയ്യോ ഞാൻ ആ തെറ്റ് ചെയ്തല്ലോ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു തെറ്റായിരിക്കും, ആ തെറ്റിൽ തന്നെ എല്ലാ ദിവസവും എപ്പോഴെങ്കിലും ഒരു മൊമെന്റ്, അതൊരു കണക്ഷൻ വരുമ്പോഴത്തേന്, അയ്യോ ഞാൻ അങ്ങനെ ചെയ്തല്ലോ. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റില്ല. അതിനെ നമ്മൾ വിടുക, ഇനി ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി, സാരമില്ല, നമുക്ക് ഇനിയുണ്ടല്ലോ ദിവസങ്ങൾ, ക്ലിയർ ചെയ്യുക, മുന്നോട്ട് പോവുക. പക്ഷെ നമ്മൾ പാസ്റ്റിൽ തന്നെ സ്റ്റക്കായിട്ട് ആ ഒരു റിഗ്രറ്റിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നും ആ ഒരു റിഗ്രറ്റിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 2 തരത്തിലാണ് വർത്ത് മിസ്സിങ്ങും ഉണ്ട്, ടോക്സിക് മിസ്സിങ്ങും ഉണ്ട്. വർത്ത് മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. അവിടെ നമുക്ക് ആ ഒരു പഴയ ഫ്രണ്ടിനെ ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവാണ് വരുന്നത്. നമ്മൾ ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബാച്ച്, ഞങ്ങൾ കട്ട ഫ്രണ്ട്സ് ആയിരുന്നു, ഞാൻ ചോറ് കൊണ്ടുവന്നില്ലെങ്കിലും അവന്റെ പാത്രത്തിൽ കൈയിട്ട് എനിക്ക് കഴിക്കായിരുന്നു. അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു മൊമെന്റ് നമ്മൾ ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ് കൊണ്ടുവരുന്നത്. അതുപോലെ ചില മെന്റേഴ്സ് നമ്മളെ ഇൻസ്പയർ ചെയ്തവര്, ഇന്ന മാറ്റം നീ കൊണ്ടുവരണം, നമ്മൾ ചിലപ്പോൾ വഴക്ക് പറഞ്ഞവരായിരിക്കും, ചിലപ്പോൾ നമ്മുടെ പേരന്റ് ആയിരിക്കാം. ഇത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് തരുന്നത്. അടുത്തത് മൊമെന്റ് ഓഫ് ജെനുവിൻ ലവ് അല്ലെങ്കിൽ ജെനുവിൻ ജോയ്. നമുക്ക് ഏറ്റവും സന്തോഷം തന്നൊരു നിമിഷം, ആ നിമിഷം നമ്മൾ വീണ്ടും ഓർത്തെടുക്കുമ്പോൾ അത് നമുക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വീണ്ടും ആ ഒരു ജോയ് എന്ന് പറയുന്നതിനെ ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി ടോക്സിക് മിസ്സിംഗ് എന്ന് പറയുന്നത് നേരെ മറിച്ച് ഹാർംഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ സ്റ്റിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്യുന്നു, ഒരു തരത്തിലും റിയലിസ്റ്റിക് അല്ലാത്ത കാര്യത്തിൽ നമ്മുടെ മനസ്സുകൊണ്ട് മനക്കോട്ട സൃഷ്ടിച്ച് നമ്മൾ വീണ്ടും അത് റിയൽ ആണ് എന്നൊരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് എപ്പോഴും ഓർക്കുക, നമ്മുടെ റിയൽ ആയിട്ടുള്ള കാര്യത്തെക്കാൾ ഏറ്റവും ശക്തമാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്സ് ഒഴിവാക്കുക. അടുത്തത് സ്റ്റക്ക് ഇൻ ദ പാസ്റ്റ് റിഗ്രറ്റ്. നമ്മൾ ചെയ്ത എന്തോ ഒരു തെറ്റിനെ വീണ്ടും നമ്മൾ ഓർത്ത് വീണ്ടും റിഗ്രറ്റ് ചെയ്ത് അതിനെ മിസ് ചെയ്യുന്ന ആൾക്കാർ. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. വർത്ത് മിസ്സിംഗ് വേഴ്സസ് ടോക്സിക് മിസ്സിംഗ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അടുത്തത് ബെനിഫിറ്റ് ഓഫ് ഹെൽത്തി മിസ്സിംഗ്. ഹെൽത്തി ആയിട്ട് മിസ് ചെയ്യുന്നതിന് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്.
ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ന ക്ലാസ് എനിക്ക് മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ എനിക്ക് മിസ് ചെയ്യുന്നു. അവിടെ ഒരു പോസിറ്റീവായിട്ട് നിങ്ങളുടെ മനസ്സിൽ അത് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചിരിക്കത്തില്ലായിരിക്കാം, പക്ഷെ നമുക്കൊരു സന്തോഷം ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ആ ഒരു ഹെൽത്തി മിസ്സിങ് എന്നതുകൊണ്ട് അർത്ഥമാകും. നിങ്ങൾക്ക് ഒരു സന്തോഷം വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സങ്കടമാണ് വരുന്നെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു മിസ്സിങ് അല്ല, നെഗറ്റീവ് ആയിട്ടുള്ളൊരു മിസ്സിങ് ആണ്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് മിസ്സിങ് എന്തൊക്കെയാണ്, നമുക്ക് ഹെൽത്തി മിസ്സിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമോഷണൽ ഗ്രൗണ്ടിങ്. ഇമോഷണൽ ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഹലോ, എന്ത് ഇമോഷണൽ ഗ്രൗണ്ടിങ്? PPT ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ആശയങ്ങളെയും കൂടെ ഷെയർ ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത്. ഇമോഷണൽ ഗ്രൗണ്ടിങ്, നിങ്ങൾക്ക് ഡീപ്പായിട്ട് കണക്ട് ആയിട്ടുള്ള ആ ഒരു കാര്യമായിട്ട് വീണ്ടും കണക്റ്റഡ് ആയിട്ട് പോവുക. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇവരൊക്കെ നമ്മളെ ഇടയ്ക്ക് നമുക്ക് കളയാൻ പറ്റുന്ന സാധനമാണോ? അല്ല, നമ്മുടെ കൂടെ ഉള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് ചില മെന്റേഴ്സ്, ഇവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റാറൊന്നുമില്ല. അപ്പോൾ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തരുന്നതെങ്കിൽ അതിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. സ്റ്റേ കണക്റ്റഡ് ടു വാട്ട് മാറ്റേഴ്സ് ഡീപ്ലി. വളരെ ഡീപ്പായിട്ട് മാറ്റർ ചെയ്യുന്ന കാര്യത്തെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ നമുക്ക് പോസിറ്റിവിറ്റി ആണ് തരുന്നതെങ്കിൽ ഇമോഷണലി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ്. എന്താ ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണോ അവിടെ ഇരിക്കുന്നവര്? കഴിഞ്ഞ പ്രാവശ്യത്തെ സെഷനിൽ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ, നിങ്ങളൊക്കെ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണെന്നാണ്. ഈ പ്രാവശ്യം എന്ത് പറ്റിയെന്ന് അറിയില്ല. ഹലോ, ഈ നമ്മുടെ ഇന്ത്യയുടെ പ്രശ്നം അതോ കാലാവസ്ഥയുടെ പ്രശ്നമാണോ? ഹലോ, ഞായറാഴ്ച ആയതിന്റെ പ്രശ്നമാണ്. അല്ലട്ടോ, എല്ലാരും ഉണ്ട് ഇവിടെ. മാഡം പറയണ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അത് മനസ്സിലാവാത്തോണ്ടാണോ? കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ടോപ്പിക്ക് പോലൊരു ടോപ്പിക് അല്ല. ഒരു ഇന്ററപ്ഷൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ നല്ല ഫ്ലോ കേൾക്കാന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ഓക്കെ, എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്. ശരി, ഓക്കെ. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക എന്ന് പറയുന്നത് അവിടെ ഒരു അപ്രീസിയേഷൻ ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് തോന്നുന്നു ചില സമയത്ത് അപ്രീഷിയേറ്റിംഗ് ലവ് ആൻഡ് മീനിങ് മൊമെന്റ്. അതായത് നമ്മൾ ചില മൊമെന്റ് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ആ ഒരു നന്ദി വരും. ഓ, ആ ഒരു സമയത്ത് അദ്ദേഹം എനിക്ക് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ വന്നിട്ടില്ലേ? ചില ആൾക്കാർക്ക് ചിലപ്പോൾ കടം വന്നിട്ട് ആ ഒരു മൊമെന്റിൽ നമ്മൾ പോലും വിചാരിക്കാത്ത ഒരു വ്യക്തി നമ്മളെ വന്ന് സഹായിക്കുന്ന ഒരു നിമിഷം ഓർത്തു നോക്കി. നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല അദ്ദേഹം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സഹായം ചെയ്തു തരുമെന്ന്. അല്ലെങ്കിൽ ഒരു ബിസിനസ് ഏകദേശം പൊട്ടിപ്പാളീസാവുന്ന സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ട് നമ്മളെ സഹായിച്ചു. ആ ഒരു സമയത്ത് നമുക്ക് അവരോട് തോന്നുന്ന ആ ഒരു ഫീലിങ്ങിനെയാണ് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മതിയാവോ? അല്ലെങ്കിൽ നമ്മൾ ആ പറഞ്ഞ സാധനം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മതിയാവോ? അത് ഇല്ല. നമ്മളെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, പക്ഷെ യഥാർത്ഥമായിട്ടുള്ളതാണോ എന്ന് മനസ്സിലാക്കുക. ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു അപ്രീഷിയേറ്റിംഗ് ലവ് അല്ലെങ്കിൽ അതിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള മെമ്മറിയെ നമ്മൾ അത് ഓർത്തെടുക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു മിസ്സിംഗ് ആണ് ഹെൽത്തി മിസ്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവിടെ അതൊരു ഹെൽത്തി ആയിട്ടുള്ള മിസ്സിംഗ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് മാറുക. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് മാറുമ്പോൾ നല്ല ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യും. നമ്മൾ വീണ്ടും പോസിറ്റീവ് ആവാൻ വേണ്ടി നമ്മളെ അത് സഹായിക്കും. അടുത്തത് ലെജൻസി ബിൽഡിംഗ്. എന്താ ഈ ലെജൻസി ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹലോ, നിങ്ങൾ എണ്ണീറ്റ് പോവല്ലേ? നഗേഷ് സാർ, ഹലോ. ഹലോ ഹലോ ഹലോ, പോവല്ലേ? എല്ലാരും ഉണ്ട്. എന്താണ് ഈ ലെജൻസി ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ വളർച്ചയെ സഹായിക്കുന്ന ചില മിസ്സിംഗ് ഉണ്ടല്ലോ, അത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മളെ വളർച്ചയെ സഹായിക്കുന്ന എന്ത് തരത്തിലുള്ള റിലേഷൻ ആണെങ്കിലും, അത് എന്ത് തരത്തിലാണ്, അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ എന്ത് കാര്യത്തിലും ബൗണ്ടറി ഇടേണ്ടതും എവിടെയാണ് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതിൽ അങ്ങനെ ഒരു ടോപ്പിക് അല്ലാത്തത് കൊണ്ട് അവിടേക്ക് പോകുന്നില്ല. ലെജൻസി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോണർ ചെയ്യുന്ന എന്ത് റിലേഷൻ ആയിക്കോട്ടെ, അവിടെ നമുക്ക് നമ്മളെ ഷേപ്പ് ചെയ്യുന്നുണ്ട്, നമുക്ക് വളർച്ച ഉണ്ടാവുന്നുണ്ട്. അത് എന്ത് റിലേഷൻ ആണെങ്കിലും അതിനെ കണ്ടിന്യൂ ചെയ്യുക, അതിനെ
എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ നർച്ചർ ചെയ്യുക, നന്നായിട്ട് കൊണ്ടുപോകുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവിടെയാണ് ഹെൽത്തി ആയിട്ടുള്ള മിസ്സിങ് ഉണ്ടാവുന്നത്. അത് നമ്മൾ ഓർക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി മിസ്സിങ് ആണ്. ഹെൽത്തി അല്ലാത്ത മിസ്സിങ് എന്താണെന്ന് അപ്പൊ മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? നഗേഷ് സാർ ഫുഡ് യെസ് സാർ, കഴിക്കുന്നതിനൊപ്പം യെസ് നിങ്ങൾ മാം. മനസ്സിലാക്കിയോ? യെസ് സൊസൈറ്റിയിൽ നമുക്കൊരു സ്റ്റാറ്റസ് തരുന്ന ആ ഒരു പൊസിഷൻ. അതെ, തീർച്ചയായിട്ടും. ഏതൊരു പ്രായത്തിലാണെങ്കിലും ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഹെൽത്തി മിസ്സിങ് നമുക്ക് എല്ലാ വ്യക്തികൾക്കും ലൈഫിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ട്. നമ്മൾ ബസ്സിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ ഫുഡ് കഴിക്കും, റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അവിടെ നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തി, ഏതൊരു മേഖലയിലും നമുക്ക് ബന്ധങ്ങൾ, കണക്ഷൻസ് ഉണ്ടാവുന്ന പല രീതിയിലാണ്. പല രീതിയിലാണ് നമുക്ക് കണക്ഷൻസ് വരുന്നത്. അപ്പൊ ഇതിനെയെല്ലാം നമ്മൾ എങ്ങനെ മിസ് ചെയ്യുന്നു? ഹെൽത്തി ആയിട്ട് മിസ്സിങ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി വളരെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് എപ്പോഴും ഗ്ലൂമി ആയിട്ട് ഇരിക്കുന്നുണ്ട്, എപ്പോഴും സങ്കടപ്പെടുന്നുണ്ട്, എടാ ഞാൻ എത്ര ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോവുകയാണ്, എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഇങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് മിസ്സിങ് ഉണ്ടാവും, ഏതെങ്കിലും ഒരു മേഖലയിൽ അവർ സ്റ്റക്കായി നിൽപ്പുണ്ടാവും. നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ ഈ ഒരു കാര്യം അനലൈസ് ചെയ്യുന്നതോട് കൂടി നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇമോഷണൽ ഗ്രൗണ്ടിങ് ഓർത്തിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ടിരിക്കുക, ലെജൻസി ബിൽഡ് ചെയ്യുക. അത് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ സ്ട്രോങ് ആക്കുന്ന, ഷേപ്പ് ചെയ്യുന്ന ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് ദ ഹാം ഓഫ് ടോക്സിക് മിസ്സിങ്ങിന്റെ ഹാം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇമോഷണലി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ എത്ര ഇമോഷണലി സ്ട്രോങ് ആവണമെന്ന് വിചാരിക്കുന്നോ അത്രമാത്രം ഡ്രെയിൻ ആയിക്കൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു ചിന്ത ഇങ്ങോട്ട് വരും. നമ്മൾ ഇന്നത്തെ ദിവസം പോയി, തലവേദന. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തലവേദനയായിട്ട് എഴുന്നേൽക്കുക. അത് എന്തുകൊണ്ടാ? നമ്മൾ ആ ഒരു പാസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രോമ നമ്മൾ ഹീൽ ചെയ്തില്ല. വീണ്ടും നമ്മൾ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ നമ്മൾ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇമോഷണൽ ഡ്രെയിൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അത് ഹീൽ ചെയ്യണം. ഓക്കെ, അടുത്ത് സ്റ്റക്ക് ഇൻ ദ മൈൻഡ് സെറ്റ്. ഏതോ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ സ്റ്റക്കായി പോയി. ചില ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇടയ്ക്ക് മുടങ്ങിപ്പോയി. വിദ്യാഭ്യാസം മുടങ്ങിപ്പോയാൽ പഠിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ല. ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അവിടെ നിന്ന് തിരിച്ചു വരിക. അവിടെ ഒരു ഇന്നേബിലിറ്റി ടു മൂവ് ഫോർവേഡ് മെന്റലി, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ മുന്നോട്ട് വരിക എന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ആ മൈൻഡ് സെറ്റിൽ നമ്മൾ സ്റ്റക്ക് ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തത് റെഡ്യൂസ്ഡ് റീപ്രൊഡക്ടിവിറ്റി. അത് ഏത് തരത്തിലുള്ള റീപ്രൊഡക്ടിവിറ്റി ആണെങ്കിലും അവിടെ റീപ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ഒരു വ്യക്തി ജീവിക്കാൻ പോലും അർഹതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഓരോ നിമിഷവും നമ്മൾ പ്രൊഡക്റ്റീവ് ആയിരിക്കണം. വേണ്ടേ? പ്രൊഡക്റ്റീവ് ആവണ്ടേ? എന്തിനാ ഈ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്നെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? തീർച്ചയായിട്ടും വളരെ വാസ്തവമാണ്. ഏതൊരു നിമിഷവും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓർക്കുക, നമ്മൾ ഏതോ ഒരു ടോക്സിക് ആയിട്ടുള്ള മിസ്സിങ്ങിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു മിസ്സിങ് നമ്മളെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ശരി. അടുത്തത് ഇനി റിഫ്ലക്റ്റീവ്. ഇനി കൺക്ലൂഷനിലേക്ക് വരിക. ഏകദേശം നമ്മുടെ സമയം ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ, ഇനി ആ ഒരു ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യുവാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനൊരു അവസ്ഥയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ആ ഒരു സെഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു ഇതിൽ നിന്ന് തിരിച്ചു വരാൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി പെട്ടെന്നുള്ളൊരു മൊമെന്റിലേക്ക് പോവാണ്. എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാൻ പറ്റുമോ? ഹലോ, കണ്ണടയ്ക്കോ? കണ്ണടച്ചു. ഒരു മെഡിറ്റേഷൻ, ഒരു മിനിറ്റ് പോലും എടുക്കില്ല. ഒരു ചെറിയൊരു മെഡിറ്റേഷനിലേക്ക് പോവാ. എല്ലാവരും കണ്ണടയ്ക്കുക. നന്നായിട്ട് ഡീപ് ബ്രീത്തിങ് എടുക്കുക. കണ്ണടയ്ക്കുക. സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിന് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. നന്നായിട്ട് ഡീപ് ബ്രീത്തിങ് എടുക്കുക. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു റിഗ്രറ്റ് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള മനസ്സരെ കണ്ണടയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. എവിടെ നിൽക്കുന്നോ അവിടെ കണ്ണടച്ച് നിൽക്കുക. ഓക്കെ, കണ്ണടയ്ക്കുക. നിങ്ങളുടെ മനസ്സിൽ ഏതൊരു പോയിന്റിലാണ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടൊരു ഫീലിംഗ് വന്നിട്ടുള്ളത്, ആ ഒരു ഫീലിംഗ് മനസ്സിലേക്ക് കൊണ്ടുവരിക. അതെപ്പോഴും നമുക്ക് മിസ്സാവുന്നുണ്ട്, നമ്മളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ പറയുക,
ഓക്കെ, ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നേ പറ്റുള്ളൂ, ഞാൻ പുറത്തു വരികയാണ്. നിങ്ങൾ തന്നെ മനസ്സിൽ പറയുക, അതിനെ ഹീൽ ചെയ്യുക. അടുത്ത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുണ്ടായിരുന്ന ആ ഒരു മൊമെന്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ചിലർക്ക് ചിരി വരും, ചിരിച്ചോ, ഒരു പ്രശ്നമില്ല. ആ ഒരു സന്തോഷമുള്ള ആ ഒരു നിമിഷം മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു മൊമെന്റിൽ തന്നെ നിന്നുകൊണ്ട് ഈ ഒരു മൊമെന്റിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിനോട് തന്നെ പറഞ്ഞ് അവിടെ എന്ത് പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് ആണോ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് അത് മനസ്സിൽ കുറിച്ച്, കഴിയുമെങ്കിൽ ഒരു പേപ്പറിൽ കുറിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മനസ്സിൽ കുറിച്ച് എന്ത് ഗ്രോത്ത് ആണോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് അത് മനസ്സിൽ കുറിക്കുക. വളരെ ദൃഢമായിട്ട് അത് മനസ്സിൽ ഉറപ്പിക്കുക. അടുത്ത പോയിന്റിൽ അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമെന്ന് മനസ്സിൽ അത് ഉറപ്പിക്കുക. നന്നായി ബ്രീത്തിങ് ചെയ്യുക, നന്നായി ശ്വാസം എടുക്കുക. ഇൻഹെയിൽ, എക്സ്ഹെയിൽ, ഇൻഹെയിൽ, എക്സ്ഹെയിൽ. നന്നായി കൈകൾ കൂട്ടി തിരുമുക. നന്നായിട്ട് കൈകൾ കൂട്ടി തിരുമുക. നന്നായി ചൂടായി കഴിയുമ്പോൾ കണ്ണിന്റെ മുകളിൽ വെച്ച് കണ്ണ് സാവധാനം തുറക്കുക. തുറക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് തുറക്കാൻ വേണ്ടി ശ്രമിക്കുക. കണ്ണുകൾക്ക് ചിരിക്കാൻ കഴിയും. ഓക്കെ, ചിരിച്ചുകൊണ്ട് തീർക്കാം. കണ്ടോ, മനോജ് സാർ ചിരിച്ചത് കണ്ടോ, നഗേഷ് സാർ, നിങ്ങളൊക്കെ ചിരിക്കുന്നത് പോലെ കണ്ണുകൾ കൊണ്ട് ചിരിക്കാൻ കഴിയണം. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെയൊക്കെ കണ്ണൊക്കെ പ്രകാശമായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യർക്കും പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ റിഗ്രറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും. ഓക്കെ, അതിൽ നമ്മൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് എന്നും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള മിസ്സിങ് ആയിരിക്കും. അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ സാധിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു പോയിന്റ് മാത്രം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു സമയം ചെലവഴിച്ചത്. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്റെ ഫൈനൽ മെസ്സേജ് എന്ന് പറയുന്നത്, ലെറ്റ് മിസ്സിംഗ് ബി എ റിമൈൻഡർ ഓഫ് ലവ്, നോട്ട് എ പ്രിസൺ ഓഫ് പെയിൻ. ഒരിക്കലും അതൊരു പ്രിസൺ ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഒരു വേദനയുടെ പ്രിസൺ ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറിച്ച് അതെപ്പോഴും ഒരു സ്നേഹത്തിന്റെ, കരുതലിന്റെ, വളർച്ചയുടെ മിസ്സിംഗ് ആയിട്ട് മാറാൻ വേണ്ടി സർവേശ്വരൻ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. താങ്ക് യു സിനോറ മാം. വളരെ ഭംഗിയായിട്ട് മിസ്സിംഗ് എന്നുള്ള വാക്ക് ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മിസ്സിംഗ് എന്ന വാക്കിലൂടെ ഒരു സൈക്കോളജിക് മൂവ്മെന്റ് നടത്തി ഒരുപാട് പേരെ മനസ്സിലേക്ക് ഈ മിസ്സിംഗ് എന്നൊരു സംഭവം കയറി വന്നു. അതുകൊണ്ട് ഒരുപാട് പേർക്ക് റിലാക്സ് കിട്ടി. ലൈഫിൽ ഇനിയും ഫ്യൂച്ചറിൽ റിലാക്സ് കിട്ടണമെങ്കിൽ മാം പറഞ്ഞ ഒന്ന് രണ്ട് കുറെ പോയിന്റ്സുകളെല്ലാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ലൈഫിലേക്ക് പകർത്തി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ, ഡിപ്രഷൻ, പ്രഷർ ഇതൊക്കെ വളരെയധികം കുറഞ്ഞു ഇങ്ങനെ വരുന്നത്. പോസിറ്റീവ് മിസ്സിങ്ങും അതേപോലെ തന്നെ നെഗറ്റീവ് മിസ്സിംഗ് ഒക്കെ പറഞ്ഞു. വളരെയധികം ഭംഗിയായി. കുറച്ച് പേര് ഈ പാസ്റ്റ് തിങ്ക് ചെയ്തിട്ട്, ഈ പാസ്റ്റ് 1ാം ക്ലാസ്സിൽ ചിലപ്പം ടീച്ചർ നമ്മളെ തല്ലിയിട്ടുണ്ടാവും. ഇത് ആലോചിച്ചിട്ട് ഇത്രയും 10-30 വയസ്സായിട്ടും ഇത് ആലോചിച്ച് കരയുന്ന ആളുകളുണ്ട്. അതവർക്ക് ലൈഫിൽ അതൊക്കെ എന്ത് ചെയ്യുക, ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ മനസ്സിൽ. അപ്പൊ ഈ ഇത്രയും സംഭവങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് ഹീൽ ചെയ്യാനുള്ള മാർഗം നമ്മൾ ആരും ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. ഹീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്ത് 100% മനസ്സിൽ നിന്ന് ഹീൽ ചെയ്ത് ഉരുക്കി കളയാനുള്ള മാർഗം നമ്മളെ പഠിക്കാത്തോളം കാലങ്ങളാണ് കുറെ ആളുകൾക്ക് എന്ത് ചെയ്യുക, വീണ്ടും ഈ രാവിലെ എണീക്കുന്ന സമയത്തും തലവേദനയും അതേപോലെ തന്നെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ ഒന്നാമത്തത് ചിന്തിക്കാൻ സമയം കിട്ടുന്നുണ്ടല്ലോ. ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഇത് പാസ്റ്റൊക്കെ നമുക്കൊന്നും പാസ്റ്റും ചിന്തിക്കാൻ സമയമില്ല, ഫ്യൂച്ചറും ചിന്തിക്കാൻ സമയമില്ല, പ്രസന്റും ചിന്തിക്കാൻ സമയമില്ലാത്ത ലോകത്ത് പാസ്റ്റ് മാത്രം തിങ്ക് ചെയ്തിട്ട് കുറെ പേര് നടക്കുന്നുണ്ട്. പാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LKG UKG നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാത്രം തിങ്ക് ചെയ്ത്, അത് മാത്രം വിഷമിച്ചിട്ട്, അത് മാത്രം പറഞ്ഞ്, അത് കുറച്ച് പേരെ ഹാബിറ്റാണ്. അത് നല്ലൊരു ഇതാണ്. എന്തായാലും ഈ മദേഴ്സ് ഡേ മിസ്സിങ് എന്നുള്ള വേർഡ്സ് ഒക്കെ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്ന ഒരു സംഭവം, ഒരുപാട് പേർക്ക് മിസ് ചെയ്യുന്ന സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു മിസ് ചെയ്യുന്ന ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മദേഴ്സ് ഡേ അമ്മനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നമ്മള് തൊട്ടിയിലാക്കുന്ന താരാട്ടുപാട്ടില്ലേ, എനിക്കതൊക്കെയാണ് മിസ് ചെയ്തതായി തോന്നുന്നത്. എന്തായാലും ഈ മദേഴ്സ് ഡേയിൽ എല്ലാ അമ്മമാർക്കും വേണ്ടി 2 ലൈൻസ്. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവിൽ നീരഞ്ഞ മധുപരി പൂർണേന്ദു തന്ന നിലാവോ.
എത്ര മിസ് ചെയ്താലും എത്ര മനസ്സിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടായാലും നമ്മൾ അമ്മ ഉറക്കുന്ന താരാട്ടുപാടിനെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ, താരാട്ടുപാട് ഓർത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഹാപ്പി കിട്ടും, ഹാപ്പിനെസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രോഗ്രാം കൂടുതൽ സമയം കളഞ്ഞ ഓപ്പൺ ഫോറം ആൻഡ് ഫീഡ്ബാക്ക്. മനോജ് സാർ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി എന്തായാലും അവിടെ കുറെ നേരമായി കുന്നത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നൗ ഓപ്പൺ ഫോറം ആൻഡ് ഫീഡ്ബാക്ക്. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഷിറോമ. നല്ലൊരു സെഷൻ ആയിരുന്നു. അതും ഇന്നത്തെ ദിവസമാണ്, മദേഴ്സ് ഡേ ആണ്. അപ്പൊ കുറെ ആളൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും അവരവരെ മദേഴ്സിന, എസ്പെഷ്യലി ഞങ്ങളങ്ങനത്തെ സീനിയേഴ്സ്. അപ്പൊ ഇന്ന് ആ സബ്ജക്ട് എടുത്ത് നന്നായിരുന്നു. റിയലി അതാണ് നല്ല ബെനിഫിറ്റ് ഓഫ് ദി മിസ്സിങ് ചില കാര്യങ്ങൾ. പക്ഷെ അതേമാതിരി ടോക്സിക് മിസ്സിങ്ങിനെ ഒഴിവാക്കാൻ നോക്കാം. നല്ല മിസ്സിങ്സിനെ പിന്നെ ഓർക്കാം. അത് ഞങ്ങൾക്കൊരു ഇപ്പൊ ഇന്നിപ്പോ മദറിന്റെ മിസ്സിങ്ങിനെ ഓർക്കാനുള്ള ഒരു അവസരം മദേഴ്സ് ഡേ ആണ്. അപ്പൊ അതിനെ റിമൈൻഡ് ചെയ്ത ഷിരോമ താങ്ക് യു വെരി മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു. നന്നായിട്ട് അത് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ഫ്ലയർ ഒക്കെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്ത് എല്ലാവരും അതിനെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് റിമൈൻഡ് ചെയ്യാനും നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. താങ്ക് യു വെരി മച്ച്. വെൽ, എക്സലന്റ് സെഷൻ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഷിറോമ മാം. ഞാനൊരു പാട്ട് പറയുകയാണ് കേട്ടോ. പാട്ട് പാടാൻ മുജീബ് സാറിന്റെ അത്ര ഗായകനല്ല ഞാൻ. കണ്ണുനീരിന് ചിരിക്കാൻ അറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞാൽ. ശ്രീരാമമ്മയുടെ ഉദ്ദേശിച്ച കാര്യം ആ പാട്ടിലുണ്ടല്ലോ അല്ലെ? ഉണ്ടല്ലോ അല്ലെ? കഥനം മറക്കാൻ കഴിഞ്ഞാൽ കണ്ണുനീരും ചിരിക്കും അല്ലെ? കണ്ണ് ചിരിക്കും, അതല്ലേ ഉദ്ദേശിച്ചത്? അതെ. ആ, ഓക്കെ. മാഡത്തിന്റെ ക്ലാസ് ഇന്ന് ഒരു സൺഡേ ആയതുകൊണ്ട്, ഞാൻ പേഴ്സണലി ആണ് പറയുന്നത് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എന്റെ മനസ്സിൽ ഇന്ന് മാഡത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന്റെ ശരിക്കും ഫിസിക്സ്, കെമിസ്ട്രി അതേപോലെ ഉള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു പീരീഡ് അറ്റൻഡ് ചെയ്യേണ്ടത് പോലെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഞാൻ സൺഡേ ആയതുകൊണ്ട് ഞാൻ മലയാളം സെക്കൻഡ് അറ്റൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. അതുകൊണ്ട് ശരിക്കും ഇന്ററാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ മാഡത്തിന്റെ ക്ലാസ്സിനോട് നീതി പുലർത്താൻ വ്യക്തിപരമായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ പങ്കുവെക്കുകയാണ്. ഉള്ളതാണല്ലോ പറയേണ്ടത്. അപ്പൊ തീർത്തും നല്ല ഒരു സെഷൻ ആയിരുന്നു. എനിക്ക് സൺഡേ ഒരു മൂഡ് ഔട്ട്, ഇന്ന് ഒരു ലീവ് ആണല്ലോ, അതുകൊണ്ട് ഒരു സൺഡേയിലേക്ക് എന്റെ മനസ്സ് മാറിയതുകൊണ്ട് എനിക്ക് ശരിക്കും അത് അനുഭവിക്കാൻ കഴിയാനുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. I would like to invite Manoj sir for vote of thanks. Respected Chairman Mujib sir, our special trainer ഷിരോന മാം, മറ്റു എൻ്റെ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ്, എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ലൊരു സെഷൻ. നമ്മൾക്കൊക്കെ ജീവിതത്തിലൊക്കെ ഓർക്കാനും അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ ടൈപ്പ് ഏതെങ്കിലും മിസ്സിങ് കൊണ്ടു നടക്കുന്നവരാണോ എന്ന് ചിന്തിപ്പിക്കാനും ഉതകുന്ന ഒരു സെഷനായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് ഈ ടോക്സിക് മിസ്സിങ്ങിൽ മാറി ഒരു ഹെൽത്തി മിസ്സിങ്ങിലേക്ക് പോയ ഒരു അനുഭവം കൂടെ എനിക്കുണ്ട്. മുജീബ് സാർ ഇപ്പൊ എന്നെ നോക്കിയിട്ട് ഞാനാണോ എന്ന് ചോദിക്കാൻ പോകുന്നത്. ഞാനല്ല, വേറെ എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പൊ എന്തായാലും ഇത്തരം വിലയേറിയ സെഷനുകളൊക്കെ നമുക്ക് തരുന്ന നമ്മളുടെ ചെയർമാൻ അല്ലെങ്കിൽ നമ്മളുടെ സോൺ 28 എല്ലാ ഭാരവാഹികൾക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനൊരു സെഷൻ നേപ്പാളിൽ തന്നെ അല്ലേ മാഡം ഇപ്പോഴും? നേപ്പാളിൽ നിന്ന് നമ്മൾക്ക് സെഷന് വേണ്ടി ഈ രാവിലത്തെ സമയം അവിടെ നല്ല തണുപ്പ് തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എവറസ്റ്റിന്റെ അടുത്ത് തന്നെ അല്ലേ, അപ്പൊ നല്ല തണുപ്പായിരിക്കും. ഇങ്ങനൊരു സെഷൻ നമുക്ക് തന്ന ഷിരോന മാമിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ സോൺ 28 എല്ലാ ഭാരവാഹികൾക്കും ഇതുപോലെ മുടങ്ങാതെ എല്ലാ ദിവസവും 7 മണിക്ക് നമുക്ക് വിലയേറിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സെഷൻസിന്റെ രൂപത്തിൽ തരുന്ന സോൺ 28 JK സാർ, രേഖ മാം, സുനില മാം, ശ്രീജിത്ത് സാർ ഇവരെ തുടങ്ങിയ എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. JCI. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മനോജ് സാർ. താങ്കളുടെ വിലയേറിയ വോട്ട് ഓഫ് താങ്ക്സിന് ഒരുപാട് നന്ദികൾ. അതുപോലെ തന്നെ മനോജ് സാർ വോട്ട് ഓഫ് താങ്ക്സ് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. വളരെയധികം പവർഫുൾ ആയിട്ട് നല്ല പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ടാണ് സാധാരണ പറയാറ്.
സാധാരണ അദ്ദേഹത്തെ കൂടുതൽ വീട്ടിൽ കാണാറില്ല, എപ്പോഴും പുറത്താണ്. അതുകൊണ്ടാണ് ഇത്ര നല്ല ഹാപ്പിയാന്ന് എനിക്ക് തോന്നുന്നത്. മിസ്സിങ് അപ്പൊ നേരത്തെ മുഹമ്മദ് സാർ പറഞ്ഞ പോലെ തന്നെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേരുണ്ടാവും, കരയുമ്പോൾ നമ്മള് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര്, നമ്മളൊരു സോങ് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ. അപ്പൊ എന്താന്ന് വെച്ചെങ്കിൽ മിസ്സിങ് ആലോചിച്ചിട്ട് എപ്പോഴും ചിരിക്കാൻ, സിനോറ മാം പറഞ്ഞ പോലെ തന്നെ ആ കണ്ണുകളൊക്കെ അടച്ച് കണ്ണുകൾ തുറക്കുന്ന സമയത്ത് നമ്മൾ പ്ലസന്റ് ആയിട്ട് ഏതൊരു മിസ്സിങ് ആലോചിച്ചിട്ടും ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാരണവശാലും അത് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് കരയുകയാണെങ്കിൽ നമ്മുടെ നിലം നമ്മൾ മാത്രമേ ഉള്ളൂ. അതിന് ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം നമുക്ക് വരുന്ന അസുഖങ്ങളും അല്ലെങ്കിൽ പ്രയാസങ്ങളും മാനസിക സംഘർഷങ്ങളും ഹാർട്ട് വരെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രോക്കൺ ആയിട്ട് എന്ത് ചെയ്യാൻ പോവാം. നമ്മളെ നെഗറ്റീവ് എനർജി നമ്മളെ വീട്ടുകാർക്ക്, നമ്മളെ മക്കൾക്ക്, നമ്മളെ അറ്റ്മോസ്ഫിയർ, നമ്മളെ സുഹൃത്തുക്കൾക്ക് എല്ലാം ബാധിച്ചിട്ട് അത് നെഗറ്റീവ് സർക്കംസ്റ്റാൻസ് ആക്കി മാറ്റാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതൊരു മിസ്സിങ്ങും അത് പോസിറ്റീവ് ആക്കുക. മിസ്സിങ് ആര് ചെയ്താലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ, മനോജ് സാർ തന്നെ പറഞ്ഞ പോലെ, നമ്മൾ പഴയ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞവരൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ആലോചിക്കുമ്പോൾ നമുക്ക് മിസ്സിങ് ഫീൽ ചെയ്യണമെങ്കിൽ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ തിങ്ക് ചെയ്ത്, അവർ ചെയ്ത് നമുക്ക് വേണ്ടി സഹായങ്ങളും അതുപോലെ നമുക്ക് വേണ്ടി ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയ കാര്യങ്ങൾ തിങ്ക് ചെയ്തിട്ട് അവരെ എന്നും നല്ല സന്തോഷത്തോടു കൂടി സ്മരിക്കാൻ കഴിയട്ടെ. ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് നല്ല ആത്മവിശ്വാസം നൽകട്ടെ. അതേ രീതിയിലായിരിക്കണം മിസ്സിങ് നമുക്ക് എന്ത് ചെയ്യുക ഫീൽ ചെയ്യേണ്ടത് എന്ന കാര്യം കൂടി സിനോറ മാം ഓർമ്മിച്ചിരിക്കുന്നു. എന്തായാലും ഇനിയും അടുത്ത പ്രോഗ്രാം ഇതിലും നല്ല ഭംഗിയായിട്ട് സിനോറ മാം ഇനിയും സെക്ഷൻ ഉണ്ട്, സംശയമുണ്ട്. കാരണം ഒരു സൈക്ലോപീഡിയയാണ് മൈൻഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇനിയും നമ്മൾക്ക് ഒരുപാട് സെക്ഷനായിട്ട് ഇനിയും നേപ്പാളിൽ നിന്ന് സിനോറ മാം മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഇന്ന് നല്ലൊരു ഹാപ്പി സൺഡേ, അതേപോലെ തന്നെ ഹാപ്പി മദേഴ്സ് ഡേ. ഇന്ന് നമ്മളെ മദേഴ്സിന് എല്ലാവർക്കും എന്ത് ചെയ്യുക, കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കാനും അതേപോലെ തന്നെ എന്ത് ചെയ്യുക അവർക്ക് നല്ലൊരു പഴയ ഓർമ്മകളും ഒരു മിസ്സിങ്ങും എന്ത് ചെയ്യുക നമ്മൾ അനുഭവപ്പെടാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ബൈ.